വേദ വേദ ആരെയായി വിളിക്കുന്നത്? വേദ, ഇത് ഞാനാ, നീൽ. വീലോ? ഏത് വണ്ടിയുടെ? വീലല്ല, നീൽ. ഏത് നീൽ? നിനക്കെന്നെ അറിയില്ലേ? അറിയാം. ആ, നിങ്ങളല്ലേ പണ്ട് കേരളം മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചത്? അല്ലല്ലല്ല, അത് വേറൊരാളായിരുന്നു. ആ, ഇപ്പൊ മനസ്സിലായി. നീൽ, നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ഇറങ്ങിയ. നൈസ് ടു മീറ്റ് യു ആംസ്ട്രോങ്. നിനക്കെന്നെ ഓർക്കാൻ പറ്റുന്നില്ലേ? ഷോ, ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ഇത് ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ആശുപത്രിയാ. ആരെങ്കിലും കേട്ടാ നിങ്ങക്ക് വട്ടാന്ന് വിചാരിക്കും. അല്ല, ആക്ച്വലി നിങ്ങക്ക് വട്ടുണ്ടോ? ഓ, ഞാൻ എന്തിനു മണ്ടിയാ. വട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ വരുന്നത്, അല്ലേ? കൂടിയ ഇനമാണെങ്കി ഇവിടെ ഇങ്ങനെ നിക്കണ്ട. എന്നെ ആക്രമിക്കാൻ തോന്നിയാ പെട്ടില്ലേ? പൊയ്ക്കോളൂ, പോയി റെസ്റ്റ് ചെയ്തോളൂ. വേദ, പൊയ്ക്കോ, പോ പോ, പൊയ്ക്കോ. നിങ്ങളെ കാണുന്ന എനിക്ക് പേടിയാ. പോ പോ, പോവാൻ. നിങ്ങളെ കാണുന്ന എനിക്ക് പേടിയാ. പോ, പോവാനാ പറഞ്ഞത്. പോ, ഇറങ്ങി പോ, പോകാൻ. പോയി വന്നിട്ട് കണ്ടതേയില്ല. വന്നതുപോലും അറിഞ്ഞില്ല. എപ്പോ എത്തി? എങ്ങനെയുണ്ട് വേദയ്ക്ക്? മോശമാണ് അവസ്ഥ. അവൾക്കൊന്നും ഓർമ്മയില്ല. അത് നേരത്തെ അറിഞ്ഞതാണല്ലോ. ഏട്ടനെ കണ്ടപ്പോഴും അത് തന്നെയാണോ അവസ്ഥ? അതെ. ഡോക്ടറെ കണ്ടോ? ഇല്ല. കാണായിരുന്നില്ലേ? തോന്നിയില്ല. അവളെ കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോന്നാ മതിയെന്നായിരുന്നു ആ അവസ്ഥ. അത് അധികം നേരം കണ്ടു നിൽക്കാൻ പറ്റില്ല. അത് മാറില്ലേ? അറിയില്ല സ്വാതി. അവളുടെ വീട്ടുകാര് ഭയങ്കര സങ്കടത്തില. അതിന്റെ ദേഷ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ കാരണക്കാരനെന്ന നിലയിൽ എന്നെ ആയിരിക്കുമല്ലോ അവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. പ്രതിയാക്കുന്നതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ആരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ. പക്ഷേ വേദ എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കത് അറിയില്ല. വിധി പോലെ വരട്ടെ. പ്രതിവിധി എന്തെങ്കിലും ചെയ്യാനും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ ഇപ്പം എൻ്റെ. പ്രാർത്ഥിക്ക, എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. എന്ത് വഴി? ഒരു വഴിയില്ല. എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ ഒരിക്കലും ഒന്നിനും പക്വത കാണിച്ചില്ല.
ജീവിതത്തെ സിനിമ പോലെ കണ്ടു. സിനിമയിൽ തെറ്റിയ റീടേക്ക് ആവാം, പക്ഷേ ജീവിതത്തിൽ അത് പറ്റില്ലല്ലോ. സത്യം പറഞ്ഞ ഭ്രാന്ത് വരേണ്ടിയിരുന്നത് എനിക്കാ സ്വാതി. എന്നെയായിരുന്നില്ല ദൈവം ശിക്ഷിക്കേണ്ടിയിരുന്നത്. കുറെ കാലം നിന്നെ കണ്ണീരുടിപ്പിച്ചു. ഇപ്പോ എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ അവസാനം എന്തായിരിക്കുമെന്ന്. ഒന്നുറപ്പിക്കാം, എന്നെങ്കിലും ഒരിക്കൽ ഈ പാപങ്ങൾക്കൊക്കെ ഞാൻ കണക്ക് പറയേണ്ടി വരും. ഇങ്ങനെ വിഷമിക്കല്ലേ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിഞ്ഞുകൊണ്ടല്ലേ നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്, എന്നിട്ട് ക്രൂരമായി പരിഹസിച്ചത്. അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വേദയെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി സങ്കടപ്പെട്ടിട്ട് എന്താ പ്രയോജനം? ശരിയാ, ഒരു പ്രയോജനവുമില്ല. ഞാൻ കാരണം അവള് ഭ്രാന്തിയായി. നീ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാം. വേറൊന്നും ഇനി ചെയ്യാനില്ല. കൃത്യമായൊരു നിലപാടെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു ഭാഗത്ത് വേദയും അവളുടെ അസുഖവും, വേറൊരു ഭാഗത്ത് അതിന്റെ പേരിൽ വേദനിക്കുന്ന ഏട്ടൻ. വേദ ഇങ്ങനെയാവാൻ കാരണം ഞാനാണല്ലോ എന്ന് വിചാരിക്കുമ്പോഴാ എനിക്ക് ഇത്രയും വിഷമം. എടി, നിനക്കതിലൊരു പങ്കുമില്ല. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റൊരു സ്ത്രീയുടെ പുരുഷനെ ഭർത്താവായി വേണമെന്ന് ആഗ്രഹിക്കാൻ അവളോട് ആരാ പറഞ്ഞേ? അങ്ങനെ ആഗ്രഹിച്ചെന്നെ കിട്ടിയ തിരിച്ചടിയായത്. പക്ഷേ ഒരു പെൺകുട്ടിയാ, അത് നമ്മൾ ഓർക്കണ്ടേ? ഓർക്കണ്ട. നമ്മുടെ ജീവിതത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നിനെക്കുറിച്ചും ഓർക്കാതിരിക്കുന്നതാ നല്ലത്. വേദയുടെ സ്ഥാനത്ത് നിനക്കായി ഗതികേട് വന്നിരുന്നെങ്കിലോ? നീ അവരോട് കാണിക്കുന്ന ദയ അവർ നിന്നോട് കാണിക്കുമായിരുന്നോ? എവിടുന്ന്? അതൊരു അവസരമാക്കിയെടുത്ത് ഇവളെ ഒഴിവാക്കിയേനെ. എടി, സഹതാപം വേണ്ടെന്നല്ല, അത് ഓവറാകാതിരിക്കാൻ നീ സൂക്ഷിക്കണം. ഇപ്പൊ തന്നെ നീലിനെ ഇവള് പറഞ്ഞു വിട്ടു. അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. പോകണമെന്ന് നീലിന് തോന്നുവാണെങ്കിൽ പൊക്കോട്ടെ, നീ ആയിട്ട് നിർബന്ധിക്കണ്ടായിരുന്നു. ഏട്ടൻ അനുഭവിക്കുന്ന സങ്കടം കണ്ടപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞ്. വേറെ ആരെയല്ലോ, വേദയല്ലേ. പോയി കാണേണ്ടത് ഏട്ടന്റെ ബാധ്യതയല്ലേ. ആ ഒരു ബാധ്യത നാളെ നിനക്കൊരു ബുദ്ധിമുട്ടായാലോ? അച്ഛാ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധയോടെ വേണം നീ ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പോ നിനക്ക് ദുഃഖിക്കേണ്ടി വരും. ആ, ഞാനൊരു വഴി പറയാം. നീ അവിടെ ചെന്ന് അവളെ ഒന്ന് കാണുക. ഇവളുടെ സാന്നിധ്യത്തിൽ അവൾ എങ്ങനെ പെരുമാറുന്നറിയാൻ അത് നല്ലൊരു മാർഗമാണ്. അങ്ങനെ അറിഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛാ, നീലിനെ ഒഴിവാക്കി പ്രശ്നം ഇവൾക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. ഏയ്, അത് നടക്കും തോന്നുന്നില്ല. നീലിന്റെ സ്ഥാനത്ത് നീല് തന്നെ വേണ്ടി വരും. ഏതായാലും ഇവളൊന്ന് പോട്ടെ. അത്രയും വലിയ ദുരിതം സംഭവിച്ചിട്ട് വന്നൊന്ന് കണ്ടില്ലെന്ന് പറയില്ലല്ലോ ആരും. അത് ശരിയാ. പക്ഷേ കാണുമ്പോൾ വേദയുടെ പ്രതികരണം അതെങ്ങനെയായിരിക്കും? അറിയില്ല, എന്തും പ്രതീക്ഷിക്കാം. അവള് വയലന്റ് ആയാൽ? വേണ്ട മോളെ, നീ പോണ്ട. പോണോ അമ്മാവാ? ഞാൻ പോവും. അവൾ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, എന്നാലും ഞാൻ പോവും. എനിക്ക് നേരിട്ട് കാണണം അവളെ.
ഇതെനിക്ക് തരുവോ? ഓ, പോവാൻ. നിക്കടാ അവിടെ. ഞാൻ നിക്കാനാ പറഞ്ഞത്. എത്രയായി? 40. ദാ. അച്ഛാ അച്ഛാ അവള് വരുന്നുണ്ട് ആ സ്വാതി. അയ്യോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നീ ഒന്നും മിണ്ടായിരിക്കടി. നിക്ക്, ഞാനൊന്ന് പറയട്ടെ. സിസ്റ്റർ, വാർഡ് നമ്പർ 9 എവിടെ? ഇതുവഴി കയറി മോളിൽ ചെന്നിട്ട് റൈറ്റ്. എങ്ങോട്ട് പോകുന്നു? വേദയെ കാണാൻ. എന്തിന്? ഒന്ന് കാണാൻ. എടീ, നീയും കൂടിയല്ലേ അവളെ ഈ പരുവത്തിലാക്കിയത്. എന്നിട്ട് കാണാൻ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അങ്ങനെ പറയരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും വേദ ഉപദ്രവിച്ചിട്ടില്ല. വേദ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയത്. അതൊക്കെ ഞാൻ ക്ഷമിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അല്ലേ? ശത്രുവായിരുന്നല്ലോ വേദ. ശത്രുവിന്റെ നാശം കാണുന്ന സന്തോഷമായിരിക്കുമല്ലോ. ഒരിക്കലും ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. കണ്ട് പറ്റുമെങ്കിൽ ആശ്വസിപ്പിച്ചിട്ട് പോണം, അത്രേ ഉള്ളൂ മനസ്സിൽ. നീ അവളെ കാണുമ്പോ അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവളിപ്പോ. ആരെയും തിരിച്ചറിയുന്ന പോലുമില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞാ അതൊരു നല്ല കാര്യമായിരിക്കില്ലേ അമ്മ? തിരിച്ചറിഞ്ഞില്ലെങ്കിലോ? അപ്പോഴും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ വയലന്റ് ആയാലോ? വയലന്റ് ആവുകയൊന്നുമില്ല. ആയാലും ഞാനത് മനസ്സിലാക്കി വേണ്ടതുപോലെ പെരുമാറിക്കോളാം. നിങ്ങൾക്കറിയാലോ, എന്റെ ഭർത്താവിന് വേണ്ടിയാ വേദ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്. എന്നിട്ടും ഞാൻ വന്നു. എനിക്ക് വേണമെങ്കിൽ വരാതിരിക്കായിരുന്നു. വേദയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കായിരുന്നു. ചെയ്തില്ല, ചെയ്യാൻ തോന്നിയില്ല. എത്രയൊക്കെ വന്നാലും വേദ ഒരു പെൺകുട്ടിയാ, മകളാ, സഹോദരിയാ. വേദയ്ക്കൊരു ദുരന്തം വന്നാ അത് നിങ്ങളെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തുമെന്ന് എനിക്കറിയാം. അതേ സങ്കടം എനിക്കും ഉണ്ട്. അതുകൊണ്ട് എന്നെ തടയരുത്. ശരി, പൊയ്ക്കോളൂ. അവളെ പ്രകോപിപ്പിക്കരുത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇല്ല ചാ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ചെന്നോളൂ. വേദ, എന്നെ മനസ്സിലായോ? ആരാ? ഗുസ്തിക്കാരി. എന്റെ പേരാ ചോദിച്ചത്. തടിച്ചിപ്പാറു. ഞാൻ സ്വാതിയാ, നീലിന്റെ ഭാര്യ. നീൽ മഹേഷ് ഇല്ലേ? അറിയില്ലേ നീലിനെ? നീലിന്റെ ഭാര്യ സ്വാതിയാ ഞാൻ. എനിക്ക് ആരെ അറിയില്ല. ആരാ നീൽ? ഓർത്തു നോക്ക്.
ഇല്ല, ഓർമ്മ വരുന്നില്ല. വേദയ്ക്ക് എന്താ ശരിക്കും പറ്റിയ? വേദ നല്ല കുട്ടിയല്ലേ? ആണോ? എനിക്കറിയില്ലായിരുന്നു. ഇത് പറയാനാണോ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടം വരെ വന്ന്? ഓട്ടോറിക്ഷയിലൊക്കെ കയറാൻ പറ്റുമോ? ഫ്ലൈറ്റിൽ എന്തായാലും പറ്റില്ല. ഓവർ വെയിറ്റ് കാരണം ഫ്ലൈറ്റ് പൊങ്ങില്ല. അല്ല, ആരുടെയോ പേര് പറഞ്ഞല്ലോ. നീലോ? നീലമോ? അയാളെ ഭർത്താവാണെന്നല്ലേ പറഞ്ഞത്? അയാളും നിന്നെ പോലെയാ? തടിച്ചിട്ടാ? അല്ല, മെലിഞ്ഞിട്ടാ. കഷ്ടം. അയാൾ എങ്ങനെ കൊണ്ട് നടക്കുന്ന നിന്നെ? ഓരോരുത്തരുടെ വിധി. നിനക്ക് വിധിയിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എനിക്കില്ല. വിധിയൊന്നുമില്ല, ചുമ്മാ ഓരോ തട്ടിപ്പ്. ഞാനേ ആകാശത്തൂടെ പറന്നു പോവായിരുന്നു. അപ്പോഴാ എന്നെ വല വെച്ച് പിടിച്ചത്. ആരാ അത് ചെയ്തേ? ഏകദേശം നിന്നെ പോലെ ഇരിക്കും ഒരു രാക്ഷസി. എന്നിട്ട് അവള് തന്നെ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇവിടെ എനിക്ക് സുഖ. സമയത്തിന് ഭക്ഷണം കിട്ടും, മരുന്ന് കിട്ടും. അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? തടി കുറയ്ക്കാനാണോ? ഇത് മെന്റൽ ഹോസ്പിറ്റലാ. തടി കുറയ്ക്കാനാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോണം. അല്ലെങ്കിൽ വേണ്ട. നീ വിധിയിൽ വിശ്വസിക്കുന്ന ആളല്ലേ? ഈ തടി വിധിയാണെന്ന് കരുതി അങ്ങനെ തന്നെ നിലനിർത്തിയാ മതി. വേദ പേടിക്കണ്ട. അധികം വൈകാതെ വേദയുടെ എല്ലാ അസുഖവും മാറും. അസുഖോ? എനിക്കോ? ആരാടി എനിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞത്? സത്യം പറ. നീ ആ രാക്ഷസിയല്ലേ? എന്നെ വല വെച്ച് പിടിച്ചവള്. ഞാനിവിടുന്ന് രക്ഷപ്പെട്ടോന്നറിയാൻ വന്നതല്ലേ? അല്ലേ? അല്ല, വേദയ്ക്ക് സുഖാണോന്നറിയാൻ വന്നതാ. എന്നിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? സുഖാവും. പഴയതിനേക്കാൾ നന്നായിട്ട് വേദ തിരിച്ചു വരും. അപ്പോ ഇപ്പൊ മോശമാണെന്നാണോ? എന്നല്ല. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോ? അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ തടിച്ചിയുടെ തടി ഒരിക്കലും കുറയ്ക്കല്ലേ. ഇവളുടെ ഭർത്താവിന് ഇവളോട് സ്നേഹം തോന്നാതിരിക്കണേ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എന്നാ പോയിക്കോ. എനിക്ക് ഡാൻസ് പഠിക്കാനുള്ള സമയമായി. ഭരതനാട്യം. വേഗം പോയിക്കോ. പോയിക്കോ. ഡാൻസുകാർ വന്ന് കണ്ട വഴക്കുറയും. പോ. അമ്മേ, എങ്ങോട്ടാണാവോ ഒരുങ്ങിക്കെട്ടി? ഒന്ന് അമ്പലം വരെ പോണം. എന്തു പറ്റി? ദൈവത്തെക്കാളും വലിയ ആളാണെന്ന് പറഞ്ഞായിരുന്നല്ലോ നടപ്പ്. ഇപ്പൊ മറിച്ചു തോന്നാൻ എന്താ ഉണ്ടായത്? എനിക്ക് വേണ്ടി അല്ലമ്മേ, വേദയ്ക്ക് വേണ്ടിയാ. അവളുടെ പ്രാന്ത് മാറല്ലേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ പോകുന്നെ. എന്തു ക്രൂരതയാ ദേവ ഈ പറയുന്നത്? ശത്രുക്കളോട് പോലും ഇങ്ങനെ പെരുമാറരുത്. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? അമ്മേ, വേദയുടെ ഈ ഭ്രാന്തും സ്വാതിയുടെ സ്വസ്ഥതയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഭ്രാന്ത് മാറിയാ നീല് സ്വാതിയുടെ കൂടെ നിൽക്കും, മാറിയില്ലെങ്കിൽ വേദയുടെ കൂടെ നിൽക്കും. അപ്പൊ ഭ്രാന്ത് മാറുന്നതാണോ മാറാത്താണോ നല്ലത്? ആലോചിക്കാനൊന്നുമില്ല. മാറാത്ത തന്നെയാ നല്ലത്. ഇത്ര സ്വാർത്ഥത പാടില്ല എന്ന അമ്മയ്ക്ക് പറയാം. പക്ഷെ ഈ ലോകത്ത് സ്വാർത്ഥത മാത്രമേ ഉള്ളൂ.
അമ്മയ്ക്ക് അമ്മയുടെ മോളായ ഞാനല്ലേ വലുത്? അത് സ്വാർത്ഥതയല്ലേ? എന്ന് കരുതി വേറൊരാൾ നശിച്ചു കാണാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോ അതിനുള്ള സാഹചര്യം വന്നാ അമ്മയും അങ്ങനെ തന്നെ ചിന്തിക്കും. അമ്മ, ഈ ലോകം എന്ന് പറയുന്നത് ജയിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സ്വാതി തന്നെ ഇപ്പൊ ജയിച്ചു നിൽക്കുന്ന. എല്ലാ കടമ്പകളും അവള് മറികടന്നു. ഇനി അവള് തോൽക്കണമെങ്കിൽ വേദയുടെ അസുഖം മാറാതിരുന്നാൽ മാത്രമേ പറ്റൂ. അതിന് ഞാൻ പ്രാർത്ഥിച്ച ഒരു കുഴപ്പമില്ല. ദൈവം എന്നെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. സ്വാതിയെക്കുറിച്ചും നീലിനെ കുറിച്ചും ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകൾ, ഓ, തലയ്ക്കത്ത് പെരുപ്പ് കയറുക. അവൾ അങ്ങനെ സന്തോഷിക്കണ്ട എന്ന് നീ പറഞ്ഞാ മതിയോ? എല്ലാവരും ഇപ്പൊ അവളുടെ സൈഡാ. പണ്ട് നീലെങ്കിലും എതിരായിരുന്നു എന്ന് കരുതായിരുന്നു, ഇപ്പൊ ആരുമില്ല. അത് തന്നെയാ എന്റെ പ്രശ്നം. എല്ലാ വഴികളും ഏതാണ്ട് അടഞ്ഞു നിന്നപ്പോഴാ ഒരസുഖത്തിന്റെ രൂപത്തില് വേദയിലൂടെ പ്രതീക്ഷിക്കാനുള്ള വകയുണ്ടായത്. അതേ ഉള്ളൂ ഇനിയൊരു വഴി. അതൊന്ന് ശക്തമാക്കണം. അതിനാ ഞാൻ അമ്പലത്തിൽ പോകുന്നത്.